മനുവേട്ടാ, മനുവേട്ടാ, എൻ്റെ മാലയുടെ കൊളുത്ത് വിട്ടുപോയി. ഇതൊന്ന് ശരിയാക്കി തരുമോ? കാണുന്നടു രാവിലെ തന്നെ ഓരോ പണിയായി വെറുതെ. ഞാനൊന്ന് ചുമ്മാ ഇരിക്കാൻ തുടങ്ങുമായിരുന്നു. ആഹാ, അടിപൊളി. സാധാരണ ആൾക്കാർ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ ശല്യപ്പെടുത്തരുന്നാ പറയാറ്. ഇതാ ഇവിടെ ഒരാൾ വെറുതെ ഇരിക്കുമ്പോൾ പണി തരരില്ലെന്ന് പറയുന്നു. എടോ, ഇന്ന് രാവിലെ തൊട്ടേ ചുമ്മാ ഇരിക്കാൻ നല്ല മൂടാ. അതിനെന്നാ, ഡോക്ടറെ വല്ലതും കാണണോ? അതെന്തിനാ? അല്ല, ഇപ്പോൾ വൈറൽപ്പനിയുടെ സീസൺ ആണല്ലോ. ആശുപത്രി പോയി കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ വരുന്ന രോഗിയിൽ നിന്ന് പനിയും കിട്ടും, റെസ്റ്റും കിട്ടും. പിന്നെ എൻ്റെ മോനെ മതി വരുവോളം റെസ്റ്റ് എടുക്കാലോ. തെറ്റുപറ്റിയിരിക്കുന്നു. പെണ്ണുങ്ങൾക്ക് ഹ്യൂമർ സെൻസ് ഇല്ലെന്ന് പറഞ്ഞ എംടിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. എന്താ സെൻസ്? അയ്യോ, തമാശയല്ല. മനുവേട്ടൻ പനി പിടിച്ചിരിക്കുമ്പോൾ ശുശ്രൂഷിക്കാനുള്ള കൂതി കൊണ്ടല്ലേ. പിന്നെ എനിക്കില്ലേ ഇവിടെ കാലോ. അതെനിക്കങ്ങ് സൂചിച്ചു മോളെ. എന്തായാലും ചെല്ല്. നിന്റെ ഈ മാലക്കേസ് നമുക്ക് വൈകാതെ തന്നെ ശരിയാക്കാം. മനുവേട്ടൻ റെസ്റ്റ് എടുക്ക്. നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല ഭഗവാനേ. കൊച്ചെഴുന്നേറ്റില്ലേടി? ഓ, ഈ ഞായറാഴ്ച അവളെ ഫോണിനെ ശല്യപ്പെടുത്താല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? എന്നാ അവിടെ എങ്ങാനും കിടക്കട്ടെ ഞാനും വിചാരിച്ചു. എന്നാവാ നമുക്ക് ഒരുമിച്ച് പോയി റെസ്റ്റ് എടുക്കാം. പോ. ഇങ്ങനെ ഒരു കാരണമില്ലാതെ വെറുതെ ചിരിക്കുന്ന മനുഷ്യരോട് എനിക്ക് അസൂയാടോ. അല്ല, നമുക്കൊരുമിച്ച് വെറുതെ ഇരിക്കാന്ന് ബോധമുള്ള ഏതെങ്കിലും ഭർത്താക്കന്മാര് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാവോ മനുവേട്ടാ? അതൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കും. നിന്റെ ആദ്യ വർഷങ്ങൾ, നീ ജനിച്ചതിന് ശേഷമുള്ള നിന്റെ ഈ ഭൂമിയിലെ നിന്റെ ആദ്യ 3 വർഷങ്ങൾ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാം. അത് കൊള്ളാം. ചെറുപ്പകാലോർത്ത് പുളകം കൊള്ളിക്കുന്ന കഥകൾ പറയാൻ ഞാൻ സിനിമാ നടി മടോണിയോ ബോബി ചെമ്മണ്ണൂരോ ഒന്നും അല്ലല്ലോ. തൊട്ട് മുമ്പ് ഏത് മരുന്നാണ് രോഗിക്ക് കൊടുത്തതെന്ന് പോലും ഓർമ്മയില്ലാത്ത പാവം നേഴ്സല്ലേ ഞാൻ. മനുവേട്ടൻ വല്ലതും പറഞ്ഞായിരുന്നോ? നിനക്ക് ഫാർമസി ജോലിയിട്ട് നന്നായെന്ന് പറയുമായിരുന്നു. ഓ, എന്തായാലും എനിക്ക് ഈ ഭൂമിയിലെ എൻ്റെ ആദ്യ 3 വർഷങ്ങളെല്ലാം വ്യക്തമായി ഓർക്കാൻ പറ്റുന്നുണ്ട്. മനുവേട്ടൻ എന്നാലേ ഓർമ്മകളുടെ പർണശാലയിൽ വിശ്രമിക്ക്. ഞാൻ അടുക്കളയിൽ പോയി ഇരുന്നത്തെ കാര്യങ്ങൾ ഓർക്കാം. അല്ല, ഇന്നലെ ബാങ്കിൽ ക്യാഷിന്റെ സെക്ഷനിലായിരുന്നോ? അതെങ്ങനെ മനസ്സിലായി? അല്ല, കയ്യിൽ നിന്ന് കാശ് പോകുമ്പോഴാണല്ലോ മനുഷ്യർക്ക് ഓരോ ഓർമ്മകളൊക്കെ വരുന്നത്. നാമോള് ചെല്ല്, അതാ നല്ലത്. അല്ലേലും സത്യം പറഞ്ഞ് ആർക്കും ഇഷ്ടപ്പെടുത്തില്ലല്ലോ. എന്തും പറ്റുമേനു? ഒന്നൊരു മൂടില്ല, ഒന്നും കൂടി ശരിയാവുന്നില്ല. ഞാനൊന്ന് ഇറങ്ങിയേക്കോ, ഭയങ്കര തലവേദന. ചേച്ചി പോയിക്കോണേ. വീണേ, മനു എന്താ ഇവിടെ? ഈ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ? നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 3 ആഴ്ചയായി. ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു. ഇപ്പം എനിക്കും സുധിയേട്ടനും ഇവിടെ അടുത്തുള്ള ബ്രാഞ്ചിലേക്ക് മാറ്റി. എന്നിട്ട് എന്നോട് പറഞ്ഞേ? എനിക്ക് പിന്നെ മനുവിന്റെ നമ്പർ ഇല്ലായിരുന്നല്ലോ. അവൾ പറഞ്ഞത് ശരിയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അവളുടെ വീട്ടുകാർ നാട്ടിൽ നിന്നു മാറി താമസിച്ചു. കഴിഞ്ഞ കൊല്ലം വീണ്ടും ചിന്നാറിൽ വരികയും ചെയ്തു. ഞാൻ അവസാനമായി വീണയെ കണ്ടത് അവളുടെ കല്യാണത്തിനായിരുന്നു. അന്ന് ഫോട്ടോഗ്രാഫേഴ്സിന്റെ നടുവിൽ മാറ്റുള്ള ആഭരണങ്ങളുടെ മറവിൽ അവൾ വിരിയിച്ച മാറ്റു കുറഞ്ഞ ചിരിയായിരുന്നു എന്റെ ഓർമ്മയിലുള്ള വീണയുടെ അവസാനത്തെ ഫ്രെയിം. മനു എന്താ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ല. വീണയുടെ ജോലി എങ്ങനെ പോകുന്നു? ഇപ്പോഴും വർക്ക് ഫ്രം ഹോമാ. എനിക്ക് വല്ലപ്പോഴും പോയാൽ മതി. പക്ഷെ സുധിയേട്ടന് എന്നും പോണം. ആട്ടെ, അപർണയും കൊച്ചും എന്തു പറയുന്നു? എല്ലാവർക്കും സുഖം. കല്യാണത്തിന് വന്നില്ലെങ്കിലും വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ? ഒന്നും പറയാതെ എല്ലാം അറിയുന്നവളല്ലേ സ്ത്രീ എന്ന് വിളിക്കുക. ഞാൻ ഫേസ്ബുക്കിൽ കാണാറുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ തോന്നുന്നു. അതിന്റെ കാരണം എന്താന്ന് മനുവിന് അറിയോ? എന്താ? എന്റെ കൂടെ വാ, നമുക്കല്പം നടന്നാലോ? വാ. മനു ചിന്നാറിന് പോയായിരുന്നോ? പോകാറുണ്ട് എല്ലാ ആഴ്ചയിലും.
അവിടെ ഒറ്റയ്ക്കല്ലേ? നമ്മളെ പരസ്പരം കാണാതെ തന്നെ കാണുന്നതായി തോന്നുന്നത് അതെന്തുകൊണ്ടാ? ഓ, അത് സിമ്പിളല്ലേ. നമ്മൾ ജനിച്ചിട്ട് ഒരു 3 വയസ്സ് വരെ പരിചയപ്പെടുന്നവർ. അതായത് ഈ സ്കൂളിലൊക്കെ പോയി വഷളാകുന്നതിന് മുമ്പ് നമ്മൾ പരിചയപ്പെടുന്ന കുറച്ച് മനുഷ്യരില്ലേ, അവരെ നമ്മൾ പരിചയപ്പെടുന്നത് ബുദ്ധി കൊണ്ടും ബോധം കൊണ്ടും ഒന്നുമല്ല, ഹൃദയമിടിപ്പ് കൊണ്ടാ. ആ 3 വയസ്സിനുള്ളിൽ നമ്മൾ പരിചയപ്പെടുന്നവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം ഇടിക്കാൻ തുടങ്ങും. ഇപ്പോൾ എൻ്റെ 2 കണ്ണുകൾ മാത്രം കണ്ട് എന്നെ തിരിച്ചറിയാൻ മനുവിന് സാധിച്ചത് എങ്ങനെയാ? ഹൃദയം. ബാല്യകാലത്തിൻ്റെ ആഹ്ലാദം നമ്മുടെ സകല സിരകളിലേക്കും ഒഴുകുന്ന ഹൃദയമിടിപ്പിൽ മനു ഒന്ന് തൊട്ടു നോക്കിയേ. ഞാൻ എൻ്റെ ഹൃദയത്തെ തൊട്ടു. എൻ്റെ ബാല്യകാല സഖി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് എനിക്ക് തോന്നി. അവളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ ഇനിയും പെയ്തു തീരാത്ത ചക്കരമാമ്പഴപ്പേത്തും നാണം കൊണ്ട് തലകുനിക്കുന്ന പേരമരവും ചന്ദനമണികൾ കൊണ്ട് കിലുങ്ങുന്ന ചാമ്പമരവും കാണാം. കാഴ്ചകൾ ഒന്നാകുമ്പോൾ 2 പേർ എവിടെ നിന്ന് നോക്കിയാലും കാണുന്നത് ഒരേ സൂര്യൻ, ഒരേ പൗർണമി. ഒരേ സ്വപ്നം കാണുന്ന നമ്മൾ പിന്നെ എങ്ങനെ അകലെയാകും? നമ്മളിനി 10 കൊല്ലം കഴിഞ്ഞു കണ്ടാലും നമ്മുടെ സൗഹൃദം ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാര്യമായിരിക്കും. കറക്റ്റാണ്. ഈ എഴുത്തുകാരൊക്കെ പറയുന്ന പോലെ മുജ്ജന്മ സുഹൃത്ത് എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. ഞങ്ങളുടെ നടപ്പ് കണ്ട് കുറച്ചു നേരം കൂടി നിൽക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും മനസ്സില്ലാ മനസ്സോടെ സൂര്യൻ മടങ്ങി. മനു എന്നാ വീട്ടിലോട്ട് വാ, ചായ കുടിച്ചിട്ട് പോവാം, ഇവിടെ അടുത്താ വീട്. പിന്നെ ഒരിക്കലാവാം. ഞാൻ ഒന്നാമതെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടി ഇടയ്ക്കാ. മാത്രമല്ല ബാങ്കിൽ നിന്ന് തലവേദനയാന്ന് പറഞ്ഞ് ചാടിയതാ. ആ, എന്നിട്ടിപ്പോൾ തലവേദന എങ്ങനെയുണ്ട്? വീണെ കണ്ടപ്പോൾ തന്നെ തലയുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി. ഇതാ ഞാൻ പറഞ്ഞേ, ഇപ്പോൾ സംസാരിക്കുന്ന തലയല്ല, ഹൃദയമാ. എന്നാ ശരി, കാണാം. മനുവേട്ടാ, ആ, മനുവേട്ടനെ അറിയോ ചിന്നാറിലുള്ളൊരു വീണയെ? അറിയാം. എന്താ ചോദിച്ചേ? നീ അവിടെ കണ്ടോ? അല്ല, 2 ദിവസം മുമ്പ് കൊച്ചിന് മരുന്ന് വാങ്ങാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ഞാനാണ് അഡ്രസ്സൊക്കെ പൂരിപ്പിച്ചു കൊടുത്തത്. ഒന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല. പണ്ട് ഞങ്ങളെ വീണത്തായിരുന്നു വീണയൊക്കെ താമസിച്ചോണ്ടിരുന്നേ. അവൾക്ക് മനുവേട്ടനെ അറിയാന്ന് എനിക്കറിയായിരുന്നു. അവളുടെ കൊച്ചിനൊരു തല്ലിപ്പൊളി പേരാ. അതേത് പേര്? മനു. പിള്ളേർക്ക് മനു എന്നൊക്കെയുള്ള പേര് ബോധമുള്ള ഏതെങ്കിലും കാരണന്മാരൊക്കെ പീടുവോ? അച്ഛാ, എന്നെ വീണക്കുട്ടിക്ക് വന്നേ. ഓഹോ, 2 ബാല്യകാല സഖാക്കളെ ഞാനിപ്പോ ശരിയാക്കി തരുന്നുണ്ട്. ഉയ്യോ, ഇവിടെ എന്താ അച്ഛൻ നടക്കുന്നേ? വിദൂരതയിൽ 2 കളിക്കൂട്ടുകാർ അവരുടെ ഹൃദയത്തിന് അവർക്കിഷ്ടപ്പെട്ട പേരുകളിടുന്നത് ഇത്ര വലിയ പ്രശ്നമാണോ മോളെ?